ദേശീയപാതയിൽ മലപ്പുറം കൊളപ്പുറത്ത് പിക്കപ്പ് വാൻ സുരക്ഷാ ഭിത്തിയിലിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പെരിന്തൽമണ്ണ സ്വദേശി റഫീഖാണ് മരിച്ചത്. കൂടെയുള്ള ആൾക്ക് പരിക്കേറ്റു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി ചേരുകയാണ്. ജംഷീർ, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? ഇത് ദേശീയപാതയിൽ ഏതു ഭാഗത്താണ്? ഒപ്പം തന്നെ ഈ പരിക്കേറ്റ ആളുടെ ആരോഗ്യ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? മഹാശി, ഇന്ന് ഏതാണ്ട് 2:40 ഉച്ചയ്ക്ക് 2:40 കൂടിയാണ് ദേശീയപാത കൂരിയാടിനും കൊളപ്പുറത്തിനും ഇടയിലുള്ള ഭാഗത്ത്, കൊളപ്പുറത്തിൽ തന്നെ വെച്ചുള്ള ദേശീയപാത, പുതിയ ദേശീയപാതയിൽ വെച്ച് അപകടം ഉണ്ടാകുന്നത്. ഈ പിക്കപ്പ് വാൻ ഇത് ഈ മൃഗങ്ങൾ, അതായത് വളർത്തു മൃഗങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന സർവീസ് നടത്തുന്ന ഒരു വാനാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് മൃഗങ്ങളുമായി വളർത്തു മൃഗങ്ങളുമായി പോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഈ ഡ്രൈവർ ഉറങ്ങിയതാകാമെന്നാണ് കരുതുന്നത്. നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിയതാകാം എന്നുള്ളതാണ്. ഈ വാഹനം ഭിത്തിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന ആള് ഇരുന്ന ഭാഗമാണ് ഈ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറിയത്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പിന്നീട് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരണം സ്ഥിരീകരിക്കുന്നത്. അത് പെരിന്തൽമണ്ണ സ്വദേശിയായ റഫീഖാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഡ്രൈവറായി കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് പരിക്കുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. രണ്ടുപേരെയും ആദ്യം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. ഈ ഭാഗം വളരെ വലിയ താഴ്ചയിലൂടെയാണ് പോകുന്നത്. മുകളിലൂടെയാണ് സർവീസ് റോഡുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് ഈ അപകടം കണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിപ്പെടാനോ രക്ഷാപ്രവർത്തനം നടത്താനോ കഴിഞ്ഞില്ല. പിന്നീട് അതുവഴി വന്ന മറ്റു വാഹനങ്ങളിലുള്ളവരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് ഏതാനും മീറ്ററുകൾ അപ്പുറം വഴിയാണ് ഈ ഹൈവേയിലേക്ക് ആളുകൾ ഇറങ്ങിച്ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത്.